ശ്രീ അനിൽ വിളയിൽ, ഇങ്ങനെ ബോർഡിനൊരു വ്യവസ്ഥയുമില്ല. ഈ സ്വർണ്ണപ്പാളിയുടെ കാര്യം തന്നെ കണ്ടു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഈ രേഖകളിലൊക്കെ പരിശോധന വേണം, അവ്യക്തതയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് കർശന നിലപാടെടുത്തിരുന്നു. ഈ ബോർഡിൽ എന്താണ് സംഭവിക്കുന്നത്? ഈ ഒരു വിഷയം വന്നപ്പോഴും അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തലയിൽ കെട്ടിവെച്ച് തടി ഊരാനാണ് ദേവസ്വം മന്ത്രിയും ബോർഡുമൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും. തീർച്ചയായിട്ടും ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട ഈ വിവാദങ്ങൾ ഉണ്ടായ കാലത്ത്, ഈ വിഷയത്തിന്റെ സ്വർണ്ണപ്പാളിയുടെ കാലത്തല്ല, അതിനു മുമ്പ് തൊട്ട് തന്നെ കേരളത്തിലെ അയ്യപ്പ ഭക്തന്മാരും അല്ലെങ്കിൽ അയ്യപ്പ ഭക്തന്മാരുമായി ബന്ധപ്പെട്ട സംഘടനകളും ഒക്കെ തന്നെ മുമ്പോട്ട് വെക്കുന്ന ഒരു ആവശ്യം തന്നെയാണ് ഇത്. ശബരിമലയിലെ എല്ലാ കാര്യങ്ങളും കുത്തഴിഞ്ഞു കിടക്കുകയാണ്. യാതൊരുവിധമായ കണക്കുകളുമില്ല, കാര്യങ്ങളുമില്ല, അവിടെ ഇൻവെന്ററി ഇല്ല, അവിടുത്തെ സ്റ്റോക്ക് രജിസ്റ്റർ പ്രോപ്പർ അല്ല, തുടങ്ങിയവ ഒക്കെ തന്നെ തോന്നിയവാസമായ രീതിയിലാണ് ശബരിമലയിലെ ദൈനംദിനമായ പ്രവർത്തനങ്ങളൊക്കെ തന്നെ നടക്കുന്നത്. തിരുവാഭരണ കമ്മീഷണർ എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഉണ്ടെങ്കിലും അദ്ദേഹമൊക്കെ ചിലരെയൊക്കെ മണിയടിച്ചുകൊണ്ട് അതാത് ദേവസ്വം ബോർഡ് മെമ്പർമാരെ മണിയടിച്ചുകൊണ്ട് ഇരിക്കുന്ന ചില പോസ്റ്റുകളായിട്ടാണ് ഇതൊക്കെ പൊതുസമൂഹം വിലയിരുത്തുന്നത്. ഇവരുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ശബരിമല മാത്രമല്ല, ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആധികാരികമായി യാതൊരു രേഖയും ഇവരുടെ കയ്യിൽ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. അതാണല്ലോ എല്ലാ വർഷവും ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇത്തരത്തിൽ പല കാര്യങ്ങളിലും പിടിക്കുന്നുണ്ടല്ലോ. കഴിഞ്ഞ ശബരിമല സീസൺ കാലത്ത് നിലയ്ക്കലില് ദേവസ്വം ബോർഡിന്റെ പെട്രോൾ പമ്പില് ഏകദേശം 24 ലക്ഷം രൂപയുടെ വെട്ടിപ്പാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി നേരിട്ട് തന്നെ കണ്ടുപിടിച്ചത്. ഇങ്ങനെ നിരവധിയായ സംഭവങ്ങൾ വരികയാണ്. ഈ സ്വർണ്ണപ്പാളിയുടെ വിഷയത്തിൽ ഈ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി എന്ന് പറയുന്ന കഥാപാത്രം ഇതേപോലെ ധാരാളം അവതാരങ്ങൾ ശബരിമലയെ ചുറ്റിപ്പറ്റിയുണ്ട്. ശബരിമലയിലെ അയ്യപ്പ ഭഗവാന്റെ പേര് പറഞ്ഞുകൊണ്ട് അവിടുത്തെ തന്ത്രിമാര്, മേൽശാന്തി, ദേവസ്വം ബോർഡ് അംഗങ്ങൾ ഇവരുടെയൊക്കെ മണിയടിച്ച് നടക്കുന്ന ധാരാളം ഇത്തരത്തിലുള്ള വ്യക്തികള് ശബരിമലയുടെ പല കാര്യങ്ങളിലും അനാവശ്യമായി ഇടപെടുന്ന ഏജന്റുമാരാണ്. ഈ ഏജന്റുമാരെ ഉപയോഗിച്ചുകൊണ്ടാണ് ശബരിമലയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരായിക്കൊള്ളട്ടെ, ദേവസ്വം ബോർഡ് അംഗങ്ങളായിക്കോട്ടെ, ഇവരൊക്കെ തന്നെ പല രീതിയിലും ശബരിമലയെ ചൂഷണം ചെയ്തുകൊണ്ട് സാമ്പത്തികമായിട്ട് വികസിക്കുകയാണ്. അതുതന്നെയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയോട് ഞങ്ങൾക്ക് പറയാനുള്ള ഒരു ആവശ്യം. കഴിഞ്ഞ കുറെ ഏറെക്കാലമായി ശബരിമലയുടെ ദേവസ്വം ബോർഡിലെ അംഗങ്ങളും പ്രസിഡന്റുമായിട്ടിരുന്നവരുടെയും ദേവസ്വം ബോർഡിലെ മുതിർന്ന അംഗങ്ങളുടെ സ്വത്തിനെ പറ്റി കൂടെ ഈ അന്വേഷണത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തണം. ഇവരുടെ നിലവിലുള്ള സാമ്പത്തികമായിട്ടുള്ള അവസ്ഥ, യാതൊരു ജോലിയും ചെയ്യാതിരുന്ന വ്യക്തികൾ ഇന്ന് സാമ്പത്തികമായിട്ട് കോടീശ്വരന്മാരായി മാറിയിരിക്കുകയാണ്. ഇതൊക്കെ ഈ ശബരിമലയും ദേവസ്വം ബോർഡിനെയും ഒക്കെ ചൂഷണം ചെയ്തുകൊണ്ടാണ്. ശബരിമലയിൽ ഭക്തജനങ്ങൾ അർപ്പിക്കുന്ന ചെറിയ ചെറിയ കാണിക്കകള് ഇവരെ മുച്ചൂടും അടിച്ചുകൊണ്ടു പോകുന്ന ഒരു കാഴ്ചയാണ്. ഇതൊക്കെ വളരെ മോശമായൊരു പ്രവൃത്തിയാണ്. അയ്യപ്പനെ വിറ്റ് തിന്നാം എന്നുള്ള ഒരു ആക്രാന്തം മൂത്ത ഭരണക്കാരാണ് ഇന്ന് ശബരിമലയും അതുപോലെ ദേവസ്വം ബോർഡിനെയും നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് ഈ സ്റ്റോക്ക് എടുപ്പോ സ്വർണത്തിന്റെ കണക്കെടുപ്പോ ഒക്കെ നടക്കട്ടെ ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ. ഈ ഒരു ആവശ്യം ശക്തമാണ്. ദേവസ്വം ബോർഡിലെ കഴിഞ്ഞ 25 വർഷക്കാലമായിട്ടിരുന്ന എല്ലാ അംഗങ്ങളുടെയും സ്വത്തുക്കൾ കൂടി അന്വേഷിക്കണം ദേവസ്വം അംഗങ്ങളുടെ. അതോടൊപ്പം ദേവസ്വത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ, തിരുവാഭരണ കമ്മീഷൻ ഉൾപ്പെടെയുള്ള വ്യക്തികളുടെ നിലവിലുള്ള സാമ്പത്തിക സ്രോതസ്, ഇവരുടെ വരുമാനം, ഇവരുടെ ശമ്പളം, ഇവരുടെ നിലവിലുള്ള സാമ്പത്തിക അവസ്ഥ ഇത് താരതമ്യം ചെയ്യുമ്പോൾ ഇവരൊക്കെ എത്രമാത്രം കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കി എന്ന് കണ്ടെത്താൻ സാധിക്കും.